മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മഹാപണ്ഡിതൻ. ആ മഹാപണ്ഡിതനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് നേർക്ക് നേരെ മഴ പെയ്യിപ്പിച്ച് തരണേ, ശൈഖേ ഹിദായത്തിലാക്കണേ, ശൈഖേ നിങ്ങൾ നരകത്തുനിന്ന് കാക്കണേ എന്നിങ്ങനെ ശൈഖിനോട് നേർക്കുനേരെ ചോദ്യം. അള്ളാഹുവിന്റെ ഖുർആനിൽ കാണാം, അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നവൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ജുമഅയിൽ കടന്നു വന്നിട്ട് ഒരാൾ പറഞ്ഞു പോയത്, മുഹമ്മദ് നബിയെ മഴയില്ല. നബി തിരുമേനി ചോദിച്ചത് അള്ളാഹുവിനോടാണ് മഴക്ക് വേണ്ടി. അഹ്ലുസുന്നത്ത് മുഴുവനും പഠിപ്പിക്കുന്നത് മഴക്ക് വേണ്ടി കാവല് തേടേണ്ടത് അള്ളാഹുവിനോടാണ്, മഴക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. എന്നാൽ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നത് മുഹീദ്ദീൻ ശൈഖിനോടായാലോ? ഞാൻ വെറുതെ പറഞ്ഞൊന്നല്ല, ഞങ്ങൾക്ക് ഓതി കേൾപ്പിച്ചാൽ എന്തറിയോ? യാ ഖുത്ബ അഹ്ലിസ് സമാ വല്ലർള ഗൗസഹുമാ യാ ഫൈള ഐന വജൂദിഹിം വഗൈതഹുമാ യാ ഖുത്ബ അഹ്ലിസ് സമാ, ആകാശഭൂമികളുടെ കുത്തുബ്, കേന്ദ്രബിന്ദു, അച്ചുതണ്ട്, ഭൂമിക്കുണ്ടൊരു അച്ചുതണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അതേമാതിരി മൊത്തം കൺട്രോൾ ചെയ്യണവരെ. അള്ളാഹനെല്ലട്ട വിളിക്കണത്, മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കണത്. എന്നിട്ട് പറയണെന്തറിയോ? ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മഴയും അരുവിയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. സുബ്ഹാനല്ലാഹ്. ആ ശൈഖ് അവറുകൾ പോലും അള്ളാഹുവിനോടാണ് മഴക്ക് വേണ്ടി ദുആയിരുന്നത്. ആ ശൈഖ് അവറുകളുടെ കാലത്ത് മഴ പെയ്യിപ്പിച്ചത് അള്ളാഹുവാണ്. എല്ലാ ശൈഖന്മാരുടെ കാലത്തും മഴ പെയ്യിപ്പിക്കുന്നത് അള്ളാഹുവാണ്, വെള്ളം ഒഴുക്കുന്നത് അള്ളാഹുവാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ മാലപ്പാട്ടിലുള്ളത് മുഹീദ്ദീൻ ശൈഖാണ്. ഇത് പറഞ്ഞാൽ നമ്മളോട് ആളുകൾ പറയുന്നറിയോ, എന്താ നിങ്ങൾ ഈ പറയണത്? അപ്പൊ നമ്മുടെ വാപ്പാർക്കും വല്യപ്പാർക്കും ഈ മഹാന്മാരായ ഉസ്താദന്മാർക്കൊന്നും, പല പല ഉസ്താദന്മാർക്കൊന്നും ഇത് തിരിഞ്ഞില്ല എന്നാണോ? മറുപടിയാണ്. ഇനി നിങ്ങൾ ഒന്നും കൂടി പറഞ്ഞു കൊടുത്തു നോക്കി. ഇതേ ഖുതുബിയത്തിൽ തന്നെ പ്രിയപ്പെട്ട സഹോദര, ഇതേ ഖുതുബിയത്തിൽ കാണാൻ ഹിദായത്ത് ചോദിക്കുന്നു അള്ളാഹുവിനോടല്ല, ആ ശൈഖിനോട്. ഇതേ ഖുതുബിയത്തിൽ തന്നെ കാണാൻ നരകത്തിൽ നിന്ന് കാക്കണേ അള്ളാഹുവിനോടല്ല, ആ ശൈഖിനോട്. ഇതിന്റെ വകയല്ല. ബസ്സിർ ഫുആദി സിറാതൻ അൻത സാലികുഹു വല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു വനജ്ജിഹി മിനല്ലാഹ് ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലീം മുഹിയദ്ദീനി. ആർക്കൊരു ജവാബ് ഓർമ്മയുണ്ടോ? യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി. അങ്ങനെ അവർക്ക് ഓർമ്മ ഉണ്ടാവൂലേ? പണ്ട് നമ്മൾ ഓതിയത്, എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചത്, എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങിയത്. മാത്രമല്ല ഉസ്താദ് അതിൻ്റെ ഇടയ്ക്കൊന്ന് ഒപ്പിക്കുകയും ചെയ്തു. ലൈറ്റാണ് ഓഫാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്താദ് കണ്ടോ മഹാനവറുകളുടെ കാല്. ആരെ കാല്? മൂപ്പര് ചവിട്ടിയതാണ്, മൊയ്തീൻ ശൈഖിന്റെ കാല്. ഇതുവരെ നമ്മളെ പറഞ്ഞ് പറ്റിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും കേൾക്കില്ല. ഇപ്പോൾ അങ്ങോട്ട് ഓതിപ്പോലെ. കാരണം ഇപ്പോൾ കാല് വെച്ചാൽ ഇപ്പോൾ ആ കാലിന് അടിക്കും ആൾക്കാർ. അപ്പം ആൾക്കാർ കുറച്ചുകൂടി വിവരം വെച്ചു, അൽഹംദുലില്ലാ. എന്താ ഇതിൽ പറയണമെന്നറിയോ? ശൈഖ് അവറുകളെ, അങ്ങൊന്ന് പ്രവേശിച്ച ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് അങ്ങ് നിന്നെ കൂടി പ്രവേശിക്കണമേ. അത് അല്ലാഹു അങ്ങേക്ക് തന്നതാണ്. ഈ ഹിദായത്തിലാക്കാനുള്ള ഈ അവസ്ഥ അല്ലാഹു അങ്ങേക്ക് തന്നതാണ്. മഅദല്ലാഹ്. അള്ളാന്റെ പ്രിയപ്പെട്ട റസൂലിന്റെ എളാപ്പ മരിക്കാൻ നേരമായപ്പോ നബി തിരുമേനി ചെന്നിട്ട് പറഞ്ഞു പോയി, ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പൊന്നെളാപ്പ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. പറഞ്ഞില്ല. അതെങ്ങനെ 4 ഭാഗം നോക്കി. ഉത്ബത്തും ഷൈബത്തും അബൂജാഹിലും അബൂലഹബും എന്താ പറയാ, എല്ലാ ലഅനത്താക്കപ്പെട്ട ഒരു മുഴുവൻ നിൽക്കുകയാണ്. അബൂജാഹിൽ പറഞ്ഞു, പാരമ്പര്യത്തിലല്ലാതെ മരിച്ചുപോയി എന്നെ കുറിച്ച് ആൾക്കാർ പറയട്ടോ. മൂപ്പര് പറഞ്ഞു, എന്ത്? അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ ഞാൻ അതാ മരിക്കണമെന്നത് മരിച്ചുപോയി. സങ്കടം സഹിച്ചില്ല നബി തിരുമേനിക്ക്. എളാപ്പയാണ്.
സംരക്ഷിച്ചവരാണ്. അല്ലാഹു ആയത്തിറക്കി കൊടുക്കുകയാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. മുഹമ്മദ് നബിയെ, അങ്ങൊന്നിന് ഒരാളെ ഹിദായത്തിലാക്കാനുള്ള അവകാശമില്ല. അങ്ങൊന്ന് ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു ഹിദായത്തിലാക്കൂല. അല്ലാഹു ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടവർ ഹിദായത്തിലാക്കാൻ അങ്ങേക്ക് കഴിയൂല. അല്ലാഹു അവൻ ഉദ്ദേശിച്ചവരെ ഹിദായത്തിലാക്കുന്നു. ആ മുഹമ്മദ് നബിക്ക് പോലും, ലോകത്തിന്റെ നേതാവിന് പോലും, അമ്പിയാക്കളുടെ നേതാവിന് പോലും, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ഒന്നാമതായി കടന്നു പോകുന്ന ലോകത്തിന്റെ നേതാവിന് പോലും പ്രിയപ്പെട്ടവരെ ഹിദായത്തിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് പ്രിയമുള്ളവരെ മഹാനായ ശൈഖ് അവറുകൾ നമ്മളെ ഹിദായത്തിലാക്കുക? ചോദ്യമാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ നീ ഞങ്ങളെ ഹിദായത്തിലാക്കണേന്നാ നമ്മൾ നിസ്കാരത്തിന് ചോദിക്കണത്. പക്ഷെ ഖുതുബിയത്തിലെത്തുമ്പോഴോ, ശൈഖേ നിങ്ങൾ ഞങ്ങളെ ഹിദായത്തിലാക്കണേ. ഇത് പറഞ്ഞാ പറയും എന്ത് പാരമ്പര്യം, താവഴി, തറവാട്, കാക്കകാരണന്മാര്, പല പല മഹാന്മാര്, 8ാം പ്രമേയം, 6ാം പ്രമേയം, എന്തൊക്കെയാ പറയിച്ചിട്ടാ. ഇതൊന്നും പ്രിയപ്പെട്ടവരെ ശരിയായതല്ല. ഇതൊക്കെ പറയുമ്പോഴും ഈ മറുപടി പറയും, എന്ത് ഞങ്ങളുടെ ഉപ്പമാരെ ഏതൊരു മാർഗത്തിലാണോ കണ്ടത് അത് മതി ഞങ്ങൾക്ക്. തീർന്നില്ല. ഇനി നിങ്ങളൊക്കെ അടുത്തത് നാശകരമായ ലളാ എന്ന നരകത്തെ തൊട്ട് ഞങ്ങൾ അങ്ങൊന്നിനോട് കാവല് ചോദിക്കുന്നു ശൈഖ് അവറുകളെ. ലളാ എന്ന് പറഞ്ഞാൽ നാശകരമായ തലയുടെ തൊലിയുരിച്ചു കളയുന്നൊരു നരകത്തെ കുറിച്ചാണ്. ഒരു പാർട്ടാണ്. സഖർ, ജഹന്നം, വൈൽ എന്നൊക്കെ ഇങ്ങനെ ഓരോ പാർട്ടാക്കി തിരിച്ചതുപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ? കല്ലാ ഇന്നഹാ ലളാ നസ്സാഅതൻ ലിശ്ശവാ, തലയുടെ തൊലിയിരിച്ചു കളയുന്ന നാശകരമായ നരകാഗ്നി. അതിന് അല്ലാഹുവിനോടാണ് കാവല് ചോദിക്കേണ്ടത്. നബി തിരുമേനി കാവല് ചോദിച്ചത് അല്ലാഹുവിനോടാണ്. അല്ലാഹുമ്മ ജിർനീ മിനന്നാർ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു പോയത്, നിങ്ങളിൽ ഒരാൾ 3 തവണ റബ്ബിനോട് സ്വർഗത്തെ പറ്റി ചോദിച്ചാൽ, നിങ്ങളൊരാൾ 3 തവണ റബ്ബിനോട് നരകത്തിൽ നിന്ന് കാവല് ചോദിച്ചാൽ, അല്ലാഹുവിനോട് ചോദിച്ചാൽ, ശൈഖിനോടൊന്നല്ല, എന്നോടൊന്നല്ല, അള്ളാഹിനോട് ചോദിച്ചാൽ. എന്താണ് അള്ളാഹിനോട് ചോദിച്ചാൽ? സ്വർഗരാജ്യം ഇയാൾക്ക് വേണ്ടി പറയുമത്രേ, അല്ലാഹുവേ നീ ഇയാളെ സ്വർഗത്തിലാക്കണേ. നരകരാജ്യം ഇയാൾക്ക് വേണ്ടി പറയുമത്രേ, അല്ലാഹുവേ ഇയാളെ നീ നരകത്തെ തൊട്ട് കാക്കണമേ. അവിടെ ചോദിച്ചത് സ്വർഗത്തോടല്ല, ചോദിച്ചത് നരകത്തോടല്ല. ഈ നരകത്തെയും സ്വർഗത്തെയും രക്ഷയുടെയും ശിക്ഷയുടെയും കേന്ദ്രമാക്കി വെച്ച അല്ലാഹുവിനോടാണ്, റബ്ബുൽ ഇസ്സത്തിനോടാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. 3 തവണ റബ്ബിനോട് ചോദിച്ചാൽ ഇത് നമുക്ക് കിട്ടുമെന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിശ്വാസമാണ് സ്വഹാബത്തിന്റെ വിശ്വാസം. ഇതാണ് റസൂല് പഠിപ്പിച്ച വിശ്വാസം. അള്ളാന്റെ റസൂല് സ്വഹാബത്തിന്റെ മുന്നിൽ വിട്ടേച്ച വിശ്വാസം എന്നറിയോ? പാപം പൊറുക്കുന്നവൻ അള്ളയാണ്, മാപ്പാക്കുന്നവൻ അള്ളയാണ്. നരകത്തിൽ നിന്ന് കാവല് ചോദിക്കേണ്ടത് അള്ളാനോടാണ്, സ്വർഗം ചോദിക്കേണ്ടത് അള്ളാനോടാണ്, സുജൂദ് ചെയ്യേണ്ടത് അള്ളാന്റെ മുന്നിലാണ്, നേർച്ച സമർപ്പിക്കേണ്ടത് അല്ലാഹുവിനാണ്, ബലി സമർപ്പിക്കേണ്ടത് അല്ലാഹുവിനാണ്, സത്യം ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ പേരിലാണ്. ഇബാദത്തിന്റെ ഇനങ്ങളോ ഇബാദത്തിന്റെ വകുപ്പുകളോ ഒന്നുപോലും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ പാടില്ലെന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചു പോവുകയാ. ഇതാണ് സ്വഹാബത്ത് ശീലിച്ചത്. സ്വഹാബത്തിൽ ഒരാളും തന്നെ കുടുങ്ങിയ നേരത്ത് നബിയെ വിളിച്ചിട്ടില്ല. ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതവരെ പഠിപ്പിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഇടങ്ങാറാകുമ്പോ, മുസീബത്ത് വരുമ്പോ ഒരു നിലക്കും മഹാന്മാരായ പ്രിയപ്പെട്ടവരെ വിളിച്ചിട്ടില്ല അള്ളാഹുവിനെ അല്ലാതെ. ഞാനീ പറയണത് സാധാരണക്കാർക്ക് മനസ്സിലാകാനുള്ള സാധാരണ ഭാഷയാണ്. കിതാബിന്റെ ഒരു ലോകം നമുക്ക് ഇൻഷാ അല്ലാഹ് വേറെ തന്നെ ഉണ്ട്. ഇബാറത്തുകളും
അള്ളാഹുവിൻ്റെ ദീന് പഠിച്ച പണ്ഡിതന്മാരുടെ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളുടെ കിതാബിന്റെ ഇബാറത്തുകളൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ പറയാത്തത് ലളിതമായി കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ നിങ്ങൾ, അപ്പോ അള്ളാഹുവിലേക്കും റസൂലിലേക്കും വരിക, അവിടെയാണ് വിശ്വാസം. അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും പഠിപ്പിച്ചതെന്തോ അതാണ് വിശ്വാസം. അതിലേക്ക് നമ്മൾ വരേണ്ടത്. നബി പഠിപ്പിച്ചിട്ട് സ്വഹാബത്ത് ആചരിച്ച വിശ്വാസത്തിലേക്ക് നമ്മൾ വരണം. അവിടെ തേട്ടം അള്ളാഹിനോട് മാത്രമാണ്, മഹാന്മാരോടില്ല.